നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇന്ന് 5 ഏപ്രിൽ 2026 ഞാൻ കൊപ്പം ആസ്പത്രിൻ്റെ മുമ്പിൽ ബെൻസ് അബ്ദുറഹ്മാൻഖാൻ്റെ ബിൽഡിങ്ങിലാണ്. ഇത് ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്നത് മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശദമായിട്ട് കണക്കാക്കാൻ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും ഇവിടെ. ഞാൻ രാവിലെ 10:30 മണിക്ക് തുറക്കും. രാത്രി 7 മണി വരെ ഉണ്ടാവും. ഉച്ചയ്ക്ക് 2 മണിക്കൂർ അടച്ചിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇതാണ് കാര്യം. അപ്പോൾ അർജൻറ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വീട്ടിലേക്ക് വരിക. അതിൻ്റെ വീട് ഞാൻ ശങ്കരമംഗലത്ത് നിന്ന് ഉള്ളിലേക്ക് കൊടലൂർ പതിയിൽ കോളനി ഇവിടെയാണ് ഉള്ളത്. പതിയിൽ കോളനി. പിന്നെ എൻ്റെ മരുന്നിൻ്റെ ബോർഡൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇപ്പോൾ അവിടുത്തെ ആളുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അത്ര വിരോധമുള്ളതാണ്. വിരോധം ഞാനുണ്ടാക്കിയില്ലെങ്കിലും വിരോധം എന്നെ തേടി വരുന്നതാണ്, അല്ലാണ്ട് ഞാൻ കണക്കാക്കിയില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങളോട് എല്ലാവരോടും പറയാം, ഉണങ്ങാത്ത മുറിയുള്ള ആളുകൾ, പിന്നെ കയ്യിൻ്റെ കാലിൻ്റെ വിരൽ മുറിച്ച് കളയേണ്ട ആളുകൾ, ഇവർക്കൊക്കെ എൻ്റെ മരുന്ന് പറ്റും. ഒരു തവണ ചിലവർക്ക് 2 തരം മരുന്ന് ചെയ്യണം. ചിലവർക്ക് ഒരു തരമാണ് ചെയ്യേണ്ടത്. ചിലവർക്ക് ഉള്ളിൽ കുറച്ച് മരുന്ന് വേണം, ചിലവർക്ക് 1 ലിറ്റർ വേണം. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉണക്കത്തിൻ്റെ പാവം. അപ്പോൾ അത് അപകടം പറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് എല്ല് മുറിഞ്ഞാലും 2 മണിക്കൂർ ഇവിടെ വന്നിരിക്കാനുള്ള സമയം, 1 മണിക്കൂർ മരുന്ന് കൊണ്ടുവരാനും വെക്കാനുള്ള സമയം. കയ്യിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി, ഈ നട്ടലിൽ പൊട്ടിയാലും ശരി, ഞാനത് ഈ 3 മണിക്കൂർ നേരം കൊണ്ട് മരുന്നാക്കിയിട്ട് തൽക്കാലം 15 മിനിറ്റിൽ വേദന മാറ്റി തരാം. 4 മണിക്കൂർ അരച്ച 1 ലിറ്റർ മരുന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു ക്ലാസ് മരുന്നാണ് വേണ്ടെങ്കിൽ അതിന് 3000 രൂപ മതി. 3000 രൂപ മതി. ഇത് നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട ഈ സാധനം. ക്ലാസ് അല്ല, ഇതിലുള്ള ആ മരുന്ന് സ്ട്രോങ് ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. അതന്നെ 1/2 ഗ്ലാസ് 1000 രൂപയ്ക്കുള്ളതുണ്ട്. 1/2 ഗ്ലാസ് 1000 രൂപയ്ക്കുണ്ട്. അത് തരം മാറി. മൂത്രക്കല്ലിൻ്റെ മരുന്നാണ് നിങ്ങൾക്ക് ചൊരിക്കുക എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് തരാം. അപ്പോൾ 1 ലിറ്റർ നല്ല മരുന്ന് എന്ന് പറഞ്ഞാൽ കഴുകി നന്നാക്കിയാൽ അല്ലേ നല്ല മരുന്ന് പറഞ്ഞാൽ ഓരോരോ സാധനത്തിനും ഓരോ തരം സംവിധാനമാണ്. അപ്പോൾ AFൻ്റെ പിന്നെ നല്ല തരം മരുന്ന് 45,000 രൂപ വരും 1 ലിറ്ററിന്. 1 ലിറ്റർ അരക്കാൻ പോയാലത്തെ സ്ഥിതി ഭയങ്കര രസമാണ്. ഇനി പറയാനാണ്. ഇതുപോലെ 45 ചെടി ഇത്ര പോന്നാണ് കിട്ടണമെങ്കിൽ ആ 45 ചെടി അരച്ചാൽ 2.5 ഗ്ലാസ് മരുന്നുണ്ടാവും. ഇങ്ങനത്തെ ക്ലാസ്സിന് 2.5 ഗ്ലാസ് മരുന്നുണ്ടാവും. അത് അരച്ച് പിഴിഞ്ഞ് അത്രയും കിട്ടും. അതേ സ്ഥാനത്ത് അത് ഇത്തിരി വലിയ ചെടിയാണെന്ന് നോക്കാം. ചെടിയിലെ എണ്ണം കുറക്കാൻ പറ്റില്ല. വലുതാണെന്ന് വിചാരിച്ചിട്ട് എണ്ണം കുറക്കാനും ചെറുതാണെന്ന് പറഞ്ഞിട്ട് കൂട്ടാനൊന്നും പറ്റില്ല. അതതിൻ്റെ സംവിധാനമാണ്. അത് വലിയ ചെടിയാണെങ്കിൽ 1.5 ലിറ്റർ കൂടുതൽ മരുന്നുണ്ട്. മനസ്സിലായി? ഈ ചെറിയ ചെടിക്ക് ഭയങ്കര ഗൗരവമുണ്ട്. നിങ്ങളതും കൂടി അറിയാം. അപ്പോൾ ഈ എന്തായാലും ഈ 44 ചെടി എടുത്തിട്ട് അതതിൻ്റെ സെറ്റിങ്സൊക്കെ പാടകത്തിൽ 14 തരം സാധനം ഉണ്ടാവും. അതെല്ലാം കൂടി കൂടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് അരച്ച് സെറ്റാക്കിയാൽ നമ്മുടെ ഈ ഞരമ്പ് തലച്ചോറിലേക്ക് വരുന്നത്, ഈ കണ്ണിലേക്ക് അതിലെ വരുന്നത്, ഇതിൻ്റെ അടുത്ത സൈഡാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ ഈ ഞരമ്പൊക്കെ പാടെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്ലിയറാവും. മനസ്സിലായില്ലേ? ഫുള്ളായിട്ടായില്ല. ചില അയാൾ ഇൻസുലിൻ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഇടയിൽ പാൻപരാക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടാവും. ഇൻസുലിനോ ഈ സാധനം ഇല്ലെങ്കിൽ മരുന്ന് കണ്ടീഷനായിട്ട് പിടിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ അവിടെയുണ്ട് ഒരു പ്രശ്നം. ചില ആൾക്ക് 4 തവണ വേണം, ചില ആൾക്ക് 1 തവണ മതി, ചില ആൾക്ക് 2 തവണ മതി. ഇങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ 1 ലിറ്റർ മരുന്നിന് 45,000 രൂപയുടെ അല്ലെങ്കിൽ പിന്നെ 500 രൂപയുടെ 1000 രൂപയുടെ നിങ്ങൾ പറയും. അല്ലാണ്ട് നിങ്ങൾ തമ്മ തെറ്റി പോയിട്ട് കാര്യമില്ല. അതുപോലെ നമ്മുടെ തലയ്ക്ക് നിങ്ങൾ എണ്ണുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണുണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പിന്നെ ഒരു ക്യാൻസർ രോഗിയുടെ കാര്യമാണ് എഴുതി. നിങ്ങളതിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഫുള്ളായിട്ട് ക്യാൻസർ പിടിച്ചിട്ട് തറവായിട്ട് അവരെന്നോട് അവർ വീട്ടമ്മ അവരുടെ നമ്പറാണ് ഈ കാണുന്നത്. ഞാനിത് നോട്ട് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ഇന്നൊരു ബില്ല് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യം എന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ പെരിയാരം മെഡിക്കൽ കോളേജ് പൊഴിഞ്ഞിട്ട്
അവസാനം പൊഴിഞ്ഞ് തട്ടി. മദ്രാസ് അപ്പോളോ ആശുപത്രി ഇതുപോലെ പൊഴിഞ്ഞ് തട്ടി. സർക്കാരിൻ്റെ എല്ലാ ഫണ്ടും കഴിഞ്ഞപ്പോൾ പഴുത്ത മാങ്ങയുടെ സാധനം തിന്നിട്ട് അണ്ടി വലിച്ചറിഞ്ഞ മാതിരി അണ്ടിയാണ് വലിച്ചറിഞ്ഞു. ഈ വീട്ടമ്മയും കുട്ടിയും കൂടി എന്നോട് ഇന്നല്ല, ഇത് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, നമ്മൾ ഓരോ ദിവസം ഡേറ്റ് ഉണ്ടാവും ഇതുണ്ടോ. പിന്നെ ഇതാണ് മുമ്പ് തന്നത് ഏപ്രിൽ 1-ാം തീയതി. ഇന്ന് അവർ 2-ാം തീയതി പറഞ്ഞത് ഇന്ന് 5-ാം തീയതി. ഒക്കെ ഡേറ്റ് അത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലിലേക്ക് ചേർക്കാത്തത് പൈസ അടച്ച് അതിൻ്റെ മുകളിൽ പൈസ അടച്ചെങ്കിലേ ബില്ല് ചെയ്തു. അപ്പോൾ പിന്നെ ഒപ്പ് സീലൊക്കെ വരും. അങ്ങനെ ഒപ്പ് സീലും വന്ന സാധനമാണ് ഈ കാണുന്നത്. നിങ്ങൾ പിന്നെ എൻ്റെ ബില്ലിംഗ് ഓണർ പറയണ്ടായി, ഞാൻ മരുന്നിന് പൈസ കൊള്ളയടിക്കാണ്, നിങ്ങളെ പറ്റിക്കണം. മരുന്നിന് പറ്റിക്കണമെന്നല്ല, നിങ്ങൾക്ക് ഇത് 1000 രൂപയുടെ മരുന്ന് വേണം, ഞാൻ ഉണ്ടാക്കി തരാം. ഇത് വിഷമൊന്നുമല്ല, 1000 രൂപ നിങ്ങൾക്ക് വലുതാണ്, എനിക്കറിയാം നിങ്ങൾക്ക് വലുതാണെന്ന്. പക്ഷേ നിങ്ങളുടെ രോഗം മാറുന്ന മരുന്നിനെ കുറിച്ചാണ് നമ്മൾ പറയണമെങ്കിൽ അത് 45,000 രൂപ വേണം. അതുപോലെ നിങ്ങളുടെ ഏത് ആക്സിഡൻറ്റ് പറ്റി ഏത് എല്ല് പൊട്ടിയാലും എനിക്ക് 2 മണിക്കൂർ ഇവിടെ വന്നാൽ വേണം. വീട്ടിലാണിച്ചേക്ക് 1 മണിക്കൂർ മതി. അപ്പോൾ 3 മണിക്കൂർ നേരം കൊണ്ട് ഈ പീടികയിൽ വന്നാൽ നിങ്ങൾക്ക് മരുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് കുറേശ്ശെ ആ കൈ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ല് പൊട്ടിയ അവയവം ഉപയോഗിക്കാൻ പറ്റും. കുറേശ്ശെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം ഇങ്ങനെ നന്നായി വരെ ചെയ്യും. ഉദാഹരണത്തിന് 1 മാസം കഴിയുമ്പോൾ നല്ല സെറ്റപ്പാവും. മനസ്സിലായി? ഒരൊറ്റ തവണ മരുന്നേ കൊണ്ടു, ഈ ഒരൊറ്റ തവണയും കൊണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ചിലവർക്ക് 1 ദിവസം, ചിലവർക്ക് 4 ദിവസം വേണ്ടി വരും, ചിലവർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് 30 ലിറ്റർ കഷായം വേണ്ടി വരും. ഞാൻ ഇന്നത്തെ മരുന്നിൻ്റെ ഓടിക്കണം. അതായത് 198 ലക്ഷം രൂപ നിങ്ങൾ ചിലവഴിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്തത് ഒരു 10 ലക്ഷം രൂപക്ക് മാന്യമര്യാദയ്ക്ക് തരികയെന്ന് എൻ്റെ കണക്ക്. ഈ ഒരു 10 ലക്ഷം രൂപയിൽ നിന്ന് പിന്നെ ഒരു 100 രൂപയെങ്കിലും ബാക്കിയാക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടികൾ നിങ്ങളെ മാന്തിയിട്ട് അണ്ടി പിഞ്ഞ് വലിച്ചെറിയലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ നല്ല രീതിയിലാക്കുക. നിങ്ങളവിടെ ജോലി ചെയ്തെങ്കിൽ എനിക്ക് നിങ്ങളോട് വന്നിട്ട് വല്ലതും കൈ കാണിക്കാൻ പറ്റും. ഞാനിവിടെ 200 രൂപയ്ക്ക് അടയ്ക്കും. 200 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ നമ്മുടെ ബിൽഡിങ് ചിലവിലേക്കും 50 രൂപ മറ്റേ കറണ്ട് മറ്റുള്ള സാധനത്തിലേക്കും ബാക്കിയുള്ള 50 രൂപ എനിക്ക് കഴിക്കാനാണ്. അതിനായി ഇവിടെ ഇരിക്കണം. അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച നാട്ടുകാരോട് അതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് പോയപ്പോൾ 10 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പൈസ അധികമാണ് എന്ന് പറഞ്ഞ ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം നിങ്ങളറിയണം. പെരിയാരം മെഡിക്കൽ കോളേജിലെ പ്രധാന ഡോക്ടർമാർ 3 പേരും കോമേഴ്സേജ് കിടക്കാം. നമ്മളെ തിരുവനന്തപുരം മാർസൈസിലെ പ്രധാന പഴയ ഡോക്ടർമാർ ഫുള്ളായിട്ട് മൂലം കിടന്നിട്ട് കാലങ്ങളായി, 20-25 കൊല്ലക്കായി. അപ്പോൾ പിന്നെ എവിടേക്കാണ് നിങ്ങൾ ഈ ഓടുന്നത്? നിങ്ങൾ ഓടിക്കേണ്ട കാര്യം, നിങ്ങൾ ഓടിയ കാരണന്മാർ പറഞ്ഞിട്ടില്ലേ, പിന്നെ കൊമ്പി ചാടിയ ഇതുവരെ കൊട്ടത്തളത്തിൽ, അവിടുന്ന് ചാടിയാലോ കൂട്ടാൻ ചാട്ടി, തിരിച്ച് ചാടിയാൽ കിണറ്റിൽ. ഇത് ചാട്ടേ നിങ്ങൾക്ക് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ജീവിക്കണം, ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ സിസ്റ്റം ഉപയോഗിക്കാൻ തന്നെ വേണം, അല്ലാതെ നടക്കില്ല. ഒന്നുകിൽ പിന്നെ 2000 രൂപ, ഇതിന് 2000 രൂപ ഒരു ഫുൾ ക്ലാസ്, അതിൻ്റെ മരുന്ന് മാറിയിട്ട് 3000 രൂപ. അതിന് നിങ്ങൾക്ക് 45 ദിവസം മരുന്ന് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ആരെക്കൊണ്ടും കഴിയാൻ പറ്റില്ലാത്ത ഒരു യാതി ക്ലാപ്പും താറാറാണ്. പിന്നെ ഇടയിൽ വെച്ചിട്ട് കുടുങ്ങിയിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഡെയിലി 3000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ അത് കഴിക്കണം. ഇത് മരുന്നിൻ്റെ വാസന, ഞാൻ മരുന്ന് എടുക്കുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് വാസന വരാൻ തുടങ്ങും. അത്ര ഗൗരവമുള്ള ആ സാധനം. മരുന്ന് അവിടുന്ന് പറിക്കുന്നതിന് മുമ്പേ അതിൻ്റെ വാസന നിങ്ങൾക്ക് എത്തും. അതായത് ഇവിടുന്ന് 9 കിലോമീറ്റർ ഓടണം എൻ്റെ വീട്ടിലേക്ക്, അവിടുന്ന് 2 കിലോമീറ്റർ ഓടണം ഈ മരുന്നിന്. ചില ദിവസം വീണ്ടും ഒരു 7-8 കിലോമീറ്റർ ഏതെങ്കിലും ഒരു പുറത്ത് പോകണം. അവിടെ ആ സാധനം ഇല്ലെങ്കിൽ വീണ്ടും വല്ലപ്പുഴയിൽ പോകണം. എന്നിട്ട് വേണം ഈ സാധനം എടുത്തിട്ട് വരാൻ. നിങ്ങൾ വിചാരിച്ച മാതിരി ഇത് പിന്നെ പച്ചമരുന്നാണ്, പിന്നെ ചെറിയ ലെവലിലൊന്നും കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനിത് നിങ്ങളെ പിന്നെ തട്ടിപ്പാക്കാൻ ചെയ്ത പണിയൊന്നുമല്ല. അപ്പോൾ ഏത് പുഴുത്ത മുറിയാണെങ്കിലും, മഞ്ഞപ്പിത്താണെങ്കിലും, മൂത്രക്കല്ലാണെങ്കിലും, അതുപോലെ ചൊറിയാണെങ്കിലും, അതുപോലെ കയ്യിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയാലും, കാണാത്ത കണ്ണുണ്ടാവും, ഓപ്പറേഷൻ ചെയ്ത മുറിയാണെങ്കിൽ, ചില ആൾക്കാരെ കണ്ണിന് കല്ലടിച്ചിട്ട് തറയണ്ടാവും. കണ്ണിൻ്റെ ഉള്ളിൽ, ഇപ്പം എൻ്റെ ഈ വലത്തെ കണ്ണിൽ ഇത്ര പോകുന്നൊരു കമ്പിക്കേഷൻ കയറി. എത്ര അതിന് വണ്ണം പറഞ്ഞാൽ നമ്മുടെ ആണി ഉണ്ടല്ലേ, നിങ്ങൾ ആണി ഉണ്ടല്ലേ, പിന്നെ പട്ടിയം മേടിക്കുന്ന ആണി, അത് കട്ടായിട്ടാണ് കയറി. എന്നിട്ടാണ് ഉള്ളിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ഇവിടുന്ന് പിന്നെ പട്ടാമ്പി പിന്നെ
പാലക്കാട് റോഡിലുള്ള കണ്ണാശുപത്രി പോയിട്ട് അവരുടെ സാധനം മാത്രമേ ഇളക്കിയെടുത്തേ. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് മരുന്ന് വെച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നത്. എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇതുണ്ടോ, ഈ കണ്ണിന് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, കണ്ടോ? എൻ്റെ കേടുള്ള കണ്ണാട് പോയി കണ്ടു. നല്ല ഉഷാറായിട്ട് എല്ലാം കാണുന്നുണ്ട്. അതാണ് ഏലേറ്റാതെ പോകണം. അത് അവിടെ എഴുത്തലൊക്കെ കാണണം. ഇതുണ്ടോ, സൗജന്യ കാഴ്ച പരിശോധന. ആ ബോർഡിൻ്റെ വായിച്ച അതേപോലെ തന്നെയാണ് ഈ സാധനം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾ എവിടെ പോയാലും നടക്കില്ല, എത്ര ഓപ്പറേഷൻ ചെയ്താലും നടക്കില്ല. നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ശരിയാവണം, ഞാൻ ശരിയാക്കണം. അതേമാതിരി തലയിലെ മുടി, കസണ്ടിയിലെ മുടി മുളക്കണോ, ശരിയാക്കേണ്ടി വരും. ഫ്രീ ആണെങ്കിൽ ഫ്രീ മരുന്ന് ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എന്ത് വരും എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 20 മീറ്റർ മുടി മുറിക്കേണ്ടി വരും. 1 മണിക്കൂറിൽ മുടി കട്ട് ചെയ്യുക. അതായത് ഒരടിക്ക് 2 അടിക്കൊക്കെ വെച്ചിട്ട് മുടി മുറിക്കുക. അത് ചെയ്യേണ്ടി വരും. അല്ല, അതിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 35,000 രൂപ ആണ് അതിൻ്റെ സിസ്റ്റത്തിലേക്ക് വരാം. അപ്പോൾ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അതിലൊക്കെ മുടി വരും. പിന്നെ കളറ് നിങ്ങൾക്ക് കളറ് തരുന്നത് വെളുത്തതും കറുത്തതും തരുന്നത് ഞാനല്ല, അത് വേറെ ആളാണ്. ഞാൻ അവിടെ പറയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഏത് ക്യാൻസർ ആണെങ്കിലും, ഏത് പിന്നെ ഷോക്ക് വന്ന് തളർന്നവനാണെങ്കിലും, ഏത് പിന്നെ കിഡ്നി കേടുന്നാലും എനിക്ക് 4 ലിറ്റർ അരച്ച മരുന്നിൽ 4 മണിക്കൂർ നേരം കൊണ്ട്, അതായത് 4 ദിവസം ഓരോ മണിക്കൂർ, 45,000 രൂപ ഒരു ദിവസത്തിന് 45,000 രൂപ വില വരും. അതായിട്ട് ശരിയാവും. തേക്കണയും മരുന്ന് വേറെ വേണം. അത് അതിൽ പെട്ടില്ല, അതിനെ തരൂല. പിള്ളേരെ എന്നാൽ നിങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കേവലം 1 പിടി മണ്ണ് അല്ലെങ്കിൽ വെണ്ണൂറ്, മണ്ണല്ലെങ്കിൽ വെണ്ണൂറ്, നിങ്ങൾ ഒന്നും സഹായിക്കില്ല. ഞാൻ ഇവിടുന്ന് അനങ്ങില്ല, ശരിക്കും കൂടിയില്ല. കാരണം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുമെന്നല്ലേ. ഞാനതിന് ആരും ചതിച്ചിട്ടില്ല, ഒരാളും വീട് തല്ലി പൊളിച്ചിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നത്, എൻ്റെ ബിൽഡിംഗ് ഓണർ കുറച്ച് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ചാർജ് കൂട്ടി എന്നൊരു ധാരണ നിങ്ങൾക്ക് തോന്നണ്ട. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതുമുണ്ട്. പിള്ളേർ കൊറോണ വൈറസിന് 2 സെക്കൻഡിൽ മാറുന്ന മരുന്നിന് 100 രൂപ എന്നാൽ 1 സ്പൂൺ മരുന്നാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരായി. പിള്ളേർ ഒരാൾക്ക് വേണമെങ്കിലും തരാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ വലിയ കാര്യമാണ്. അതേപോലെ വായ്പുണ്ണ് ശരിയാവണേന്, ആ ചൊറിക്കും വായ്പുണ്ണും. പിന്നെ കുറേ ആളുണ്ടെങ്കിൽ 50 രൂപ തരും, കുറേ ആളുണ്ടെങ്കിൽ. അതേ സമയത്ത് അതായത് ഒരു 20-30 ആളുണ്ടെങ്കിൽ 50 രൂപ എന്നാൽ അതിൻ്റെ മരുന്ന്. കാരണം ആ ചെറിയ നമ്മൾ കഞ്ഞി കുടിക്കുന്ന കയ്യിൽ ഒരു കയ്യിൽ മരുന്ന്, അത് നിങ്ങൾ കുറച്ച് വായിലും മേത്തൊക്കെ തേച്ചാൽ നിങ്ങളുടെ ചൊറിയും കയറി ആ കറുത്ത കളറൊക്കെ പോയി കിട്ടും. കറുത്ത കളറേ പോവുള്ളൂ. പിള്ളേർ കറുത്ത ആൾക്കാരുടെ കറുത്ത കളർ പോകില്ല, പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള സാധനമേ വരുള്ളൂ. കാലിൻ്റെ മുട്ടിലൊക്കെ ചിലവെല്ലാം കണ്ടില്ലേ, ഒരു ഈ കറുത്ത കളർ മുണ്ട് പൊട്ടിയ അതിൻ്റെയൊക്കെ മരുന്നിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സിമ്പിൾ ഉണ്ടാക്കണമെങ്കിൽ 2,000 ഉറുപ്പ്യ വേണം. അത് പച്ചമരുന്നാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരിക്കൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുറേ ദിവസങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാം. പിന്നെ ചിലവർ 5 കൊല്ലം വരെയൊക്കെ അത് എടുത്തിട്ട് ഉപയോഗിക്കാം. പൊടിച്ച് അത് ഉണക്കി പൊടിച്ചാൽ മതി. എന്നിട്ട് അത് നല്ല കാറ്റെടുക്കാണ്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും നോക്കുക. എൻ്റെ പിന്നെ നമ്പറൊക്കെ ഇതിലുണ്ട്, ഇതിൽ നോക്കാതെ. ഇത് ചില ആൾക്കാരുടെ ഇതൊക്കെ അയച്ചതിൻ്റെ സാധനമൊക്കെ ഉണ്ടാവും ഇതിൽ, അത് കൊടുക്കാതെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും.